ഹലോ, ഗുഡ് മോർണിംഗ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് റെഡീമിംഗ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. സോ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് റിലേറ്റിംഗ് ടു റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഫസ്റ്റ് വൺ, റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ്. സെക്കൻഡ്, റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. തേർഡ്, റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. Then fourth, redemption by insurance policy method. Then fifth, redemption by purchasing of debentures in open market. Then last, redemption by conversion. So these are the important methods relating to redemption of debentures. Next നമുക്കിത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, redemption by lump sum payment. Under this method, company can redeem the debentures in one lump sum after a certain period. ഈ മെത്തേഡ് പ്രകാരം റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഈ മെത്തേഡ് പ്രകാരം ഒരു കമ്പനി അതിൻ്റെ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നത് വൺ ലംസം ഒറ്റ തവണയായിട്ടാണ്. 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സാണ് കമ്പനിക്ക് റിഡംഷൻ നടത്താനുള്ളതെങ്കിൽ ആ 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സും കമ്പനി ഒറ്റ തവണയായിട്ട് അതിൻ്റെ ഡിബഞ്ചേഴ്സിന് റീപേയ്മെൻറ്റ് നടത്തും. ഈ രീതിയിൽ ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം വരുന്ന സെക്കൻഡ് മെത്തേഡ് പ്രകാരം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. അവിടെ 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അത് പല തവണകളായിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ ലംസം മെത്തേഡ് പ്രകാരമാണെങ്കിൽ ഒരു കമ്പനി എത്ര രൂപയുടെ ഡിബഞ്ചേഴ്സ് ആണോ റിഡംഷൻ നടത്താനുള്ളത് അത്രയും രൂപയുടെ ഡിബഞ്ചേഴ്സ് ഒറ്റ തവണയായിട്ട്, വൺ ലംസം എന്നാണ് പറയുന്നത്, ഒറ്റ തവണയായിട്ട് അതിൻ്റെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റീപേയ്മെൻറ്റ് നടത്തുന്നു. ഈ രീതിയിൽ ഒരു കമ്പനി അതിൻ്റെ ഡിബഞ്ചേഴ്സ് റിഡംഷൻ നടത്തുമ്പോൾ അതിനെയാണ് റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് മേ ബി റെഡീംഡ് അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ഇഷ്യൂ. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ എങ്ങനെയാണോ അത് പ്രകാരം പാറിനോ പ്രീമിയത്തിനോ ആയിരിക്കും ഈ വൺ ലംസമായിട്ട് കൊടുക്കാനുള്ള ഡിബഞ്ചേഴ്സ് റിഡംഷൻ നടത്തുന്നത്. അത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പറയും റിഡംഷൻ നടത്തുന്നത് 5 വർഷം കഴിഞ്ഞിട്ട് പാറിനായിരിക്കും അതല്ലെങ്കിൽ പ്രീമിയത്തിനായിരിക്കും എന്ന് കൃത്യമായിട്ടും ഡിബഞ്ചർ ഹോൾഡേഴ്സിനോട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ഇഷ്യൂ. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ റിഡംഷൻ നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് പ്രകാരം പാറിനാണെങ്കിൽ പാറിന് അതല്ലെങ്കിൽ പ്രീമിയത്തിനാണെങ്കിൽ പ്രീമിയത്തിന് ഒറ്റ തവണയായിട്ട് അവർക്ക് കൊടുക്കാനുള്ള മുഴുവൻ തുകയും കമ്പനി എന്ത് ചെയ്യും, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റീപേയ്മെൻറ്റ് നടത്തും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. അണ്ടർ ദിസ് മെത്തേഡ് എ certain portion ഓഫ് ദ ഡിബഞ്ചേഴ്സ് ആർ redeemed പീരിയോഡിക്കലി. ഇവിടെ വൺ ലംസം ആയിട്ടല്ല കൊടുക്കുന്നത്, ഒറ്റ തവണയായിട്ടല്ല. എത്ര രൂപയുടെ ഡിബഞ്ചേഴ്സ് ആണോ കമ്പനിക്ക് റിഡംഷൻ നടത്താനുള്ളത് അത്രയും തുക എന്ത് ചെയ്യുന്നു, പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട്. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിനെ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നും പറയാറുണ്ട്, ലോട്ടറി മെത്തേഡ് എന്നും പറയാറുണ്ട്. പല തവണകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിഡംഷൻ നടത്തുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് എ certain portion ഓഫ് ദ ഡിബഞ്ചേഴ്സ് ആർ redeemed പീരിയോഡിക്കലി. ഒരു certain പോർഷനാണ്, 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സാണ് റിഡംഷൻ നടത്താനുള്ളതെങ്കിൽ അതിൻ്റെ ഒരു certain പോർഷൻ, അതായത് ഇപ്പം 10 ലക്ഷം രൂപയിൽ 1 ലാഖിൻ്റെ ഡിബഞ്ചറാണ് ഈ വർഷം റെഡീം ചെയ്യുന്നതെങ്കിൽ 1 ലാഖിൻ്റെ ഡിബഞ്ചർ ഈ വർഷം റെഡീം ചെയ്യുന്നു. നെക്സ്റ്റ് ഇയറിൽ 1 ലാഖിൻ്റെ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നു. നെക്സ്റ്റ് ഇയറിൽ അഗെയിൻ 1 ലാഖിൻ്റെ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നു. ഇങ്ങനെ പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് റിഡംഷൻ നടത്തുന്നതിനെയാണ് റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ ഡിബഞ്ചേഴ്സ് ആർ redeemed ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഇവിടെ പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് ആൾസോ കാൾഡ് ലോട്ടറി മെത്തേഡ് ഓഫ് റെഡീമിങ് ഡിബഞ്ചേഴ്സ്. ഇവിടെ ഇതിനെ ലോട്ടറി മെത്തേഡ് എന്നും പറയാറുണ്ട് റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിന്. So this is the second method. Then third, redemption by sinking fund method. Redemption by sinking fund method. Under this method, debentures may be redeemed by creating a sinking fund. ഈ മെത്തേഡ് പ്രകാരം ഒരു കമ്പനി അതിൻ്റെ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നത് ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. സോ ഇൻ ദിസ് റിഡംഷൻ എവറി ഇയർ എ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഈസ് സെറ്റ് അസൈഡ് ആൻഡ് എ സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ്. ഇവിടെ കമ്പനി ഓരോ വർഷവും അതിന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു certain പോർഷൻ മാറ്റി വെച്ചുകൊണ്ട് ഒരു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു.
ഓക്കെ, സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കിക്കേ, പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഈസ് സെറ്റ് അസൈഡ്. സെറ്റ് അസൈഡ് മീൻസ് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഒരു കമ്പനിക്ക് ഒരു വർഷം കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു സെർട്ടൺ പോർഷൻ അവർ മാറ്റി വെച്ചുകൊണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. ദിസ് സിങ്കിങ് ഫണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസ്. ഇങ്ങനെ ലാഭത്തിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ഈ സിങ്കിങ് ഫണ്ട് കമ്പനി എന്ത് ചെയ്യും, ഒരു ഔട്ട്സൈഡ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളൊരു കമ്പനി നടത്തുന്നു, ആ കമ്പനിക്ക് ഒരു 1 lakh rupees ഒരു വർഷം ലാഭം കിട്ടിയെന്ന് വിചാരിക്കുക. ആ ലാഭത്തിൽ നിന്ന് അവരൊരു സെർട്ടൺ പെർസെൻറ്റേജ്, അതിപ്പോൾ ഒരു 10,000 ആണെന്ന് വിചാരിക്കുക, 10,000 അവർ മാറ്റി വെക്കുന്നു. എന്നിട്ട് ആ 10,000 മാറ്റി വെച്ചുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഒരു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. നോക്കിക്കേ ഇവിടെ പറയുന്നത്, സോ അണ്ടർ ദിസ് മെത്തേഡ് ഡിബഞ്ചേഴ്സ് മേ ബി റെഡീംഡ് ബൈ ക്രിയേറ്റിംഗ് എ സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നത്. അപ്പോൾ സിങ്കിങ് ഫണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ കമ്പനി അവർക്ക് കിട്ടുന്ന ഓരോ വർഷത്തിൻ്റെയും ലാഭത്തിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് മാറ്റി വെച്ചുകൊണ്ടാണ് സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ലാഭത്തിൽ നിന്ന് മാറ്റി വെക്കുന്ന എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിങ്കിങ് ഫണ്ട് എമൗണ്ട് എന്ത് ചെയ്യുന്നു, സോ ടു ഇൻവെസ്റ്റഡ് ഇൻ എ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസ്. എന്നിട്ട് ഈ കമ്പനി എന്ത് ചെയ്യുന്നു, ആ സിങ്കിങ് ഫണ്ട് ഒരു ഔട്ട്സൈഡ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിപ്പോൾ എന്ത് ചെയ്യാം, കമ്പനിക്ക് മറ്റ് കമ്പനികളുടെ ഷെയർ വാങ്ങിക്കാം, ഡിബഞ്ചർ വാങ്ങിക്കാം, അതല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തും. അതാണ് പറയുന്നത് സിങ്കിങ് ഫണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസ്. കമ്പനിക്ക് പുറത്തുള്ള മറ്റ് കമ്പനികളിലോ മറ്റോ എന്ത് ചെയ്യുന്നു, ഈ സിങ്കിങ് ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. The interest received on such investment along with annual amount set aside from the profit will again invested as usual. അപ്പോൾ ഒരു വർഷം നമ്മളൊരു ഔട്ട്സൈഡ് സെക്യൂരിറ്റിയിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിനെന്ത് കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ആ ഇൻട്രസ്റ്റും ദെൻ പിന്നീട് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു സെർട്ടൺ പെർസെൻറ്റേജ് മാറ്റി വെക്കുന്നു. ആ എമൗണ്ടും കൂട്ടി വീണ്ടും എന്ത് ചെയ്യുന്നു, കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ദിസ് പ്രോസസ് കണ്ടിന്യൂ ടിൽ ദ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇങ്ങനെ ഇതൊരു പ്രോസസ്സായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. എന്നിട്ട് എത്ര രൂപയുടെ ഡിബഞ്ചേഴ്സ് ആണോ കമ്പനിക്ക് റിഡംഷൻ നടത്താനുള്ളത്, ആ തുകയാകുന്നത് വരെ എന്ത് ചെയ്യുന്നു, കമ്പനി ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതായത് കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് ഒരു സെർട്ടൺ പെർസെൻറ്റേജ് മാറ്റി വെച്ചുകൊണ്ട് ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ സിങ്കിങ് ഫണ്ട് ഒരു ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഒരു ഔട്ട്സൈഡ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റും ഫസ്റ്റ് ഇയറിൽ മാറ്റി വെച്ച തുകയും സെക്കൻഡ് ഇയറിൽ വീണ്ടും അവരുടെ ലാഭത്തിൽ നിന്ന് ഒരു സെർട്ടൺ പെർസെൻറ്റേജ് മാറ്റി വെക്കും. അപ്പോൾ ഈ 3 എമൗണ്ടും ഫസ്റ്റ് ഇയറിൽ മാറ്റി വെച്ച ലാഭത്തിൽ നിന്ന് മാറ്റി വെച്ച എമൗണ്ട് പ്ലസ് അതിന് ഒരു വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് പ്ലസ് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ട്, അത് വീണ്ടും നമ്മൾ അഗെയിൻ എന്ത് ചെയ്യുന്നു, ഒരു ഔട്ട്സൈഡ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദെൻ പിന്നീട് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ 2 വർഷത്തെ ഇൻട്രസ്റ്റ്, 2 വർഷത്തെ ലാഭത്തിൽ നിന്ന് മാറ്റി വെച്ച തുക പ്ലസ് 3-ാമത്തെ വർഷം ലാഭത്തിൽ നിന്ന് മാറ്റി വെക്കുന്ന തുക, അതും കൂടെ 3ഉം കൂടെ കൂട്ടിയിട്ട് വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപയുടെ ഷെയറാണ് ഡിബഞ്ചറാണ് റിഡംഷൻ നടത്താനുള്ളതെന്ന് വിചാരിക്കാം. 1 lakh rupeesൻ്റെ ഡിബഞ്ചറാണ് റിഡംഷൻ നടത്താനുള്ളത്. കമ്പനി ഇവിടെ ചെയ്യുന്നു, അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു 10%. അപ്പോൾ 1 lakh ലാഭം കിട്ടി, അതിൽ നിന്ന് 10,000 രൂപ കമ്പനി എന്ത് ചെയ്തു, മാറ്റി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അതൊരു ഔട്ട്സൈഡ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ 10,000 രൂപ പ്ലസ് അതൊരു വർഷം കഴിയുമ്പം അതിന് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് ഇയറിൽ വീണ്ടും കമ്പനി എന്ത് ചെയ്തു, 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത 10,000 രൂപ, സെക്കൻഡ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്ത 10,000 രൂപ പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ്. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ 20,000 രൂപയായി. 3-ാമത്തെ വർഷം 10,000 വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം 30,000 രൂപയായി. അതിന് 3നും കൂടി കൂട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിങ്ങനെ ആഡ് ചെയ്ത് പോയിട്ട് ആ 1 lakh rupees എന്നാവുമോ. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ എന്താവും, 1 lakh rupees ആവും. 10 വർഷം കഴിയുമ്പോൾ ഈ സിങ്കിങ് ഫണ്ടിൽ നിന്നുള്ള എമൗണ്ട് മൊത്തം വിഡ്രോ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു അസറ്റ്, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റിനെ അവർ എന്ത് ചെയ്യുന്നു, സെയിൽസ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, 10 വർഷം കഴിയുമ്പോൾ 1 lakh rupeesൽ കൂടുതൽ കിട്ടും. ഇൻട്രസ്റ്റും കൂട്ടി 1 lakh rupeesൽ കൂടുതൽ കിട്ടും. ആ സമയത്ത് കമ്പനി എന്ത് ചെയ്യും, റിഡംഷൻ നടത്താനുള്ള ഡിബഞ്ചേഴ്സ് റിഡംഷൻ നടത്തും. ഇങ്ങനെ ഒരു രീതിയാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കമ്പനി അവർക്ക് 1 lakh rupeesൻ്റെ ഡിബഞ്ചേഴ്സാണ് റിഡംഷൻ നടത്താനുള്ളത് എങ്കിൽ
അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് മാറ്റി വെച്ചുകൊണ്ട് അവരൊരു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സിങ്കിങ് ഫണ്ടിലുള്ള എമൗണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ദെൻ ഓരോ വർഷവും അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഇങ്ങനെ ഈ ഒരു സിങ്കിങ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് എന്നാണോ അവർക്ക് റിഡംഷൻ നടത്താനുള്ള തുകയാവുന്നത്, 10 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപ ലാഭത്തിൽ നിന്ന് മാറ്റി വെച്ച് അത് ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് എന്നാണോ അവർക്ക് ആ 10 ലക്ഷം രൂപയാവുന്നത് അന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ് അല്ലേ. നമ്മളൊരു ഔട്ട്സൈഡ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു അസറ്റാണ്. അപ്പോൾ ഈ അസറ്റ് എന്ത് ചെയ്യും, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് അവർക്ക് എന്നാണോ റിഡംഷൻ നടത്താനുള്ള തുകയാവുന്നത് അന്ന് അവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് സെയിൽസ് ചെയ്യും. സെയിൽസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനുള്ള 10 ലക്ഷം രൂപയാവും. അപ്പോൾ എന്ത് ചെയ്യും, അവർ റിഡംഷൻ നടത്താനുള്ള ഡിബഞ്ചേഴ്സ് റിഡംഷൻ നടത്തും. ഈ ഒരു പ്രോസസ്സിനെയാണ്, ഇതൊരു പ്രോസസ്സായിട്ടാണ് നടക്കുക. അത്തരത്തിലുള്ള ഒരു റിഡംഷൻ രീതിയാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഇനി ഞാൻ ഈ പറഞ്ഞത് ഒന്നുകൂടെ ഈ എഴുതിയിട്ടുള്ള ഒന്നുകൂടെ പറയാൻ നോക്കുക. അണ്ടർ ദിസ് മെത്തേഡ് ഡിബഞ്ചേഴ്സ് മേ ബി റെഡീംഡ് ബൈ ക്രിയേറ്റിംഗ് എ സിങ്കിങ് ഫണ്ട്. ഈ മെത്തേഡ് പ്രകാരം ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഡിബഞ്ചേഴ്സ് റിഡംഷൻ നടത്തുന്നത്. ഇൻ ദിസ് റിഡംഷൻ എവറി ഇയർ എ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഈസ് സെറ്റ് അസൈഡ് ആൻഡ് എ സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ്. ഈ മെത്തേഡ് പ്രകാരം എല്ലാ വർഷവും കമ്പനി അതിൻ്റെ ലാഭത്തിൽ നിന്ന് ഒരു സർട്ടൺ പെർസെൻറ്റേജ് മാറ്റി വെച്ചുകൊണ്ട് ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ദ സിങ്കിങ് ഫണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസ്. എന്നിട്ട് ഈ സിങ്കിങ് ഫണ്ട് എന്ത് ചെയ്യും, ഒരു ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് അലോങ് വിത്ത് ദ ആനുവൽ എമൗണ്ട് സെറ്റ് അസൈഡ് ഫ്രം പ്രോഫിറ്റ് വിൽ അഗെയിൻ ഇൻവെസ്റ്റഡ് ആസ് യൂഷ്വൽ. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ഇൻട്രസ്റ്റ് കിട്ടും. അതോടൊപ്പം ആ വർഷം നമുക്ക് ലാഭത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടൺ പെർസെൻറ്റേജും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ആസ് യൂഷ്വൽ എന്നാണ് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ദിസ് പ്രോസസ്സ് കണ്ടിന്യൂ ടിൽ ദ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഈ ഒരു പ്രോസസ്സ് ഡിബഞ്ചേഴ്സ് റിഡംഷൻ നടത്തുന്ന എന്നാണോ ആ ഡേറ്റ് വരെ കണ്ടിന്യൂ ചെയ്യും. അന്ന് എന്ത് ചെയ്യും, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് നമ്മൾ വിൽപ്പന നടത്തും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റിഡംഷൻ നടത്താനുള്ള തുകയും കിട്ടും. ആ രീതിയിൽ നടത്തുന്ന റിഡംഷനെയാണ് റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. അണ്ടർ ദിസ് മെത്തേഡ് സിങ്കിങ് ഫണ്ട് ആൻഡ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വിൽ ബി ഓപ്പൺഡ്. ഇങ്ങനെ ഒരു സിങ്കിങ് ഫണ്ട് മെത്തേഡ് പ്രകാരം റിഡംഷൻ നടത്തുന്ന സമയത്ത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടും അതുപോലെ തന്നെ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന 2 അക്കൗണ്ടുകൾ കമ്പനി ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആഫ്റ്റർ ദ ഡിബഞ്ചേഴ്സ് ഹാസ് ബീൻ റെഡീംഡ് ദ ബാലൻസ് ഓഫ് സിങ്കിങ് ഫണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സ് നടത്തുന്നു. ഏറ്റവും ലാസ്റ്റ് റിഡംഷൻ നടത്തേണ്ട ഡേറ്റ് ആകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് വിൽപ്പന നടത്തുന്നു. അങ്ങനെ വിൽപ്പന നടത്തുന്ന സമയത്ത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് എങ്കിൽ 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നത്. നമ്മുടെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ ആ സമയത്ത് 10,50,000 രൂപ ബാലൻസ് ഉണ്ട് എങ്കിൽ അവിടെ ആ ഡിഫറൻസ് വരുന്ന 50,000-ന് റിഡംഷൻ എല്ലാം നടത്തി, ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ എല്ലാം നടത്തി കഴിഞ്ഞ് സിങ്കിങ് ഫണ്ടിൽ ബാലൻസ് ഉണ്ട് എങ്കിൽ ആ ബാലൻസിനെ നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക, ജനറൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ലാസ്റ്റ് പറഞ്ഞ കാര്യം അവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആഫ്റ്റർ ദ ഡിബഞ്ചേഴ്സ് ഹാസ് ബീൻ റെഡീംഡ് ദ ബാലൻസ് ഓഫ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡാഷ് എന്ന് ചോദിക്കാം 1 വേർഡ് ക്വസ്റ്റ്യനകത്ത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് അത് മാറ്റുക, സിങ്കിങ് ഫണ്ടിൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ജനറൽ റിസർവിലേക്കാണ് മാറ്റേണ്ടത്. ഒന്നുകൂടെ പറയുന്നു. ആഫ്റ്റർ ദ ഡിബഞ്ചേഴ്സ് ഹാസ് ബീൻ റെഡീംഡ് ദ ബാലൻസ് ഓഫ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ജനറൽ റിസർവ്. സോ ദിസ് ഈസ് ദ തേർഡ് മെത്തേഡ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള 4th മെത്തേഡാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഇത് സിങ്കിങ് ഫണ്ട് മെത്തേഡിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ഫോം തന്നെയാണ്. അതേ രീതിയിലുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. നോക്കുക, അണ്ടർ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് ദ കമ്പനി അണ്ടർ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് ആൻ ഇൻഷുറൻസ് പോളിസി പർച്ചേസ്ഡ് ബൈ പേയിങ് ആനുവൽ പ്രീമിയം. അവിടെ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അണ്ടർ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്
ആൻ ഇൻഷുറൻസ് പോളിസി എന്നാണ്. ഇൻഷുറൻസ് പോളിസി ആൻഡ് അല്ല, ആൻ ഇൻഷുറൻസ് പോളിസീസ് ഒന്നുമില്ല. ആൻ ഇൻഷുറൻസ് പോളിസി പർച്ചേസ്ഡ് ബൈ പേയിങ് ആനുവൽ പ്രീമിയം. ആനുവൽ പ്രീമിയം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇൻഷുറൻസ് പോളിസി പർച്ചേസ് ചെയ്യുകയാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, സച്ച് പോളിസി എന്നാണ്, സെർച്ച് എന്നല്ല. സച്ച് പോളിസി വിൽ മെച്യൂർ ഓൺ ദ ഡേറ്റ് വെൻ ദ ഡിബഞ്ചേഴ്സ് ബിക്കം റെഡീമബിൾ. ആ ഒരു പോളിസിയുടെ മെച്യൂരിറ്റി പീരീഡ് എന്നാണോ ആവുന്നത്, ആ മെച്യൂരിറ്റി പീരീഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണ്. നമ്മളൊരു 10 ലക്ഷം രൂപയുടെ, നേരത്തെ പറഞ്ഞത് പ്രകാരം 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സാണ് നമുക്ക് റെഡീം ചെയ്യാനുള്ളത് എങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യും, ആ 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കും. അതായത് 10 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കും. 10 വർഷം കഴിഞ്ഞിട്ടാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ ആ 10 വർഷത്തേക്കായിരിക്കും ആ ഒരു 10 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ എടുത്ത ഇൻഷുറൻസ് പോളിസിയുടെ മെച്യൂരിറ്റി പീരീഡ് എന്നാണോ വരുന്നത്, 10 വർഷത്തിനാണെങ്കിൽ റെഡീം ചെയ്യുന്ന അതേ ഡേറ്റിന് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇൻഷുറൻസ് പോളിസിയുടെ മെച്യൂരിറ്റി പീരീഡും വരിക. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ ഇൻഷുറൻസ് പോളിസി ഉപയോഗിച്ചുകൊണ്ട് കമ്പനിക്ക് റിഡംഷൻ നടത്തേണ്ട തുക റെഡീം ചെയ്യുന്നു. സിങ്കിങ് ഫണ്ട് മെത്തേഡ് പ്രകാരമാണെങ്കിൽ അവിടെ ഒരു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ഓരോ വർഷവും കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ രീതിയിലാണ് സിങ്കിങ് ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി റിഡീം ചെയ്തിരുന്നത്. എന്നാൽ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് പ്രകാരം കമ്പനി എന്ത് ചെയ്യുന്നു, റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും തുകയുടെ തന്നെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കും. എന്നിട്ട് ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും എന്ത് ചെയ്യുന്നു, ആ പോളിസി എമൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസിയിലേക്ക് പോളിസി എമൗണ്ട് കൃത്യമായിട്ടും അടച്ച് എത്ര വർഷം കൊണ്ടാണോ നമുക്ക് റെഡീം ചെയ്യേണ്ടത് ആ സമയത്തേക്ക് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആവും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ ഇൻഷുറൻസ് പോളിസി ഉപയോഗിച്ചുകൊണ്ട് റിഡംഷൻ നടത്തും. ദിസ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ടു സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, റിഡംഷൻ നടത്തുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് പോളിസി എടുത്തുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു, അതിൻ്റെ റിഡംഷൻ നടത്താനുള്ള ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നോക്കണം അത്. അണ്ടർ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, ആൻ ഇൻഷുറൻസ് പോളിസി പർച്ചേസ്ഡ് ബൈ പേയിങ് ആനുവൽ പ്രീമിയം. ദെൻ അടുത്ത സെൻറ്റൻസ് തുടങ്ങുന്നത് സച്ച് പോളിസി എന്നാണ്, സെർച്ച് എന്നല്ല. സച്ച് പോളിസി വിൽ മെച്യൂർ ഓൺ ദ ഡേറ്റ് വെൻ ദ ഡിബഞ്ചേഴ്സ് ബിക്കം റെഡീമബിൾ. ദിസ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ടു സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ദെൻ നെക്സ്റ്റ്, റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. 5th മെത്തേഡ് പ്രകാരം കമ്പനി എങ്ങനെയാണ് റിഡംഷൻ നടത്തുന്നത്? സോ റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. ഇവിടെ കമ്പനി അവരുടെ ഡിബഞ്ചേഴ്സ് തന്നെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. കമ്പനിയുടെ ഡിബഞ്ചർ തന്നെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കുക, അതായത് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ കമ്പനി പർച്ചേസ് ഇറ്റ്സ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് when the price of debentures fall below the face value for redemption or redemption price എന്നാണ്, ഫോർ അല്ല, ഓർ റിഡംഷൻ പ്രൈസ്. റിഡംഷൻ പ്രൈസിന് താഴെയാവുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഫേസ് വാല്യൂവിന് താഴെയാവുന്ന സമയത്ത്, ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ ഈ കമ്പനിയുടെ ഡിബഞ്ചേഴ്സ് തന്നെ കമ്പനിക്ക് അവൈലബിൾ ആണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, അവരുടെ ഡിബഞ്ചർ തന്നെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കും. ആ രീതിയിലുള്ള റിഡംഷനാണ് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ കമ്പനിയുടെ ഡിബഞ്ചേഴ്സിൻ്റെ വില ഫേസ് വാല്യൂവിൽ താഴെയാവുന്ന സമയത്ത്, അതല്ലെങ്കിൽ റിഡംഷൻ പ്രൈസിന് താഴെയാവുന്ന സമയത്ത് കമ്പനി തന്നെ കമ്പനിയുടെ ഷെയർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്, ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കുന്നതിനെയാണ് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. നെക്സ്റ്റ്, ലാസ്റ്റ് മെത്തേഡാണ് റിഡംഷൻ ബൈ കൺവേർഷൻ. ദിസ് ഈസ് അനദർ മെത്തേഡ് ഓഫ് redeeming debentures. Redemption by conversion means redeeming the debentures by converting them into new shares or new debentures within a stipulated period at the option of the debenture holders. ഇവിടെ എങ്ങനെയാണ് റിഡംഷൻ നടത്തുന്നത്? സോ കമ്പനി കൺവേർട്ടിംഗ് ദ ഡിബഞ്ചേഴ്സ് ഇൻ ടു ന്യൂ ഷെയർസ് ഓർ ന്യൂ ഡിബഞ്ചേഴ്സ്. നിലവിലുള്ള കമ്പനിയുടെ ഡിബഞ്ചേഴ്സ്, റിഡംഷൻ നടത്താനുള്ള ഡിബഞ്ചേഴ്സിന് എന്ത് ചെയ്യുന്നു? സോ ടു കൺവേർട്ടിംഗ് ഇൻ ടു ന്യൂ ഷെയർസ് ഓർ ന്യൂ ഡിബഞ്ചേഴ്സ്. കമ്പനി പുതിയ ഷെയറോ പുതിയ ഡിബഞ്ചറോ ആയിട്ട് നിലവിലുള്ള
ഡിബഞ്ചറിനെ കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? റിഡംഷൻ നടത്തുന്നു. സോ ഇവിടെ പറയുന്നുണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഓപ്ഷൻ അനുസരിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്യുക. അത് ന്യൂ ഷെയർ ആവാം, ഷെയർ മീൻസ് ഇക്വിറ്റി ഷെയർ ആവാം, പ്രിഫറൻസ് ഷെയർ ആവാം. നിലവിലുള്ള ഡിബഞ്ചേഴ്സിനെ പുതിയ ഇക്വിറ്റി ഷെയർ ആയിട്ടോ പുതിയ പ്രിഫറൻസ് ഷെയർ ആയിട്ടോ കൺവേർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. ഈ രീതിയിൽ നിലവിലുള്ള നമുക്ക് റിഡംഷൻ നടത്തേണ്ട ഡിബഞ്ചേഴ്സിനെ കമ്പനിയുടെ പുതിയ ഷെയറോ പുതിയ ഡിബഞ്ചറോ പുതിയ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് നിലവിലുള്ള റിഡംഷൻ നടത്തേണ്ട ഷെയറിനെ ഡീൽ ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെത്തേഡ്സ് ഓഫ് റെഡീമിങ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭാഗം നമുക്ക് തിയറി പാർട്ടായിട്ട് നമുക്ക് പറഞ്ഞാൽ മതി. പക്ഷേ നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത് അതിൻ്റെ സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുണ്ട്. അവിടെ സോഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ഫ്രഷ് ഇഷ്യൂ ഉണ്ട്. ഈ 3 മെത്തേഡ് പ്രകാരമുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ ഇവിടെ ഈ മെത്തേഡ്സ് 6 മെത്തേഡ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. തിയറി ആയിട്ട് മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നോക്കുക, ഒന്നാമത്തെ പറഞ്ഞ് റിഡംഷൻ ബൈ ലംസം പേയ്മെൻ്റ് ആണ്. ലംസം എമൗണ്ട് ആയിട്ട് ഒറ്റ തവണയായിട്ട് അവർക്ക് കൊടുക്കാനുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എല്ലാ അമൗണ്ടും തിരിച്ചു കൊടുക്കുന്നതിനെയാണ് ലംസം പേയ്മെൻ്റ് എന്ന് പറയുന്നത്. ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ഓരോ വർഷവും ഒരു സർട്ടൺ പെർസെൻറ്റേജ് എത്രയാണോ ആ ഒരു സർട്ടൺ എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് കൊടുത്തുകൊണ്ട് റിഡംഷൻ നടത്തുന്നതിനെയാണ് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നു. സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓരോ വർഷവും കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് സെറ്റ് അസൈഡ് എന്നാണ് പറയുന്നത്. മാറ്റി വെച്ചുകൊണ്ട് ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതൊരു ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് എന്നാണോ റിഡംഷൻ നടത്താനുള്ള തുകയാവുന്നത് അന്ന് സിങ്കിങ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റിഡംഷൻ നടത്തുന്നു. ദെൻ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് പ്രകാരം കമ്പനി ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യും? ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തുക കിട്ടും. ആ തുക ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? റിഡംഷൻ നടത്തുന്നു. ദെൻ പർച്ചേസിങ് ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. ഇവിടെ കമ്പനി ചെയ്യുന്നത് കമ്പനിയുടെ ഷെയർ തന്നെ എന്ത് ചെയ്യുകയാണ്? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കമ്പനി തിരിച്ചു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ റിഡംഷൻ ബൈ കൺവേർഷൻ അകത്ത് ടു കൺവേർട്ടിംഗ് ദ ഡിബഞ്ചേഴ്സ് ഇൻ ടു റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഇൻ ടു ന്യൂ ഷെയർസ് ഓർ ന്യൂ ഡിബഞ്ചേഴ്സ്. സോ ദിസ് ആർ ദ important methods relating to redemption of debentures. ഓക്കെ, സോഴ്സസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.